മുതലാളി മരുന്ന്. നീ ഉറക്കിയില്ലേ? മുതലാളി മരുന്ന്. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല. ഇരുന്നോളൂ. നീ ഏത് ക്ലാസ് വരെ പഠിച്ചു? SSLC പരീക്ഷ എഴുതിയിരിക്കുക. നിനക്ക് ഉറങ്ങണ്ടേ? പകൽ ഉറങ്ങിക്കോളാം. നീ ഇങ്ങനെ എനിക്ക് വേണ്ടി എത്ര ദിവസം ഉറക്കം ഉളയ്ക്കും? എന്റെ കുറ്റം കൊണ്ടല്ലേ മുതലാളി വീണത്? ഞാൻ നേരത്തെ പട്ടിയെ വിലക്കിയിരുന്നെങ്കിൽ. ഓഹോ, അതിനുള്ള പ്രായശ്ചിത്തമാണല്ലേ? ജീവിക്കാൻ മറന്ന് പണിയെടുത്ത് സമ്പാദിച്ചിട്ട് എന്താ വാസു പ്രയോജനം? ഒരു കുഞ്ഞിക്കാല് കാണാനില്ലാത്ത ഈ വീട്ടിൽ മറ്റെന്തെല്ലാം ഉണ്ടായിട്ടെന്താ? എടോ, തന്നെ പോലുള്ള ഈ ഉടൻകൊല്ലി വൈദ്യന്മാരെ കൊണ്ടാണ് ഈ എസ്റ്റേറ്റിലുള്ള മുഴുവൻ ജനങ്ങൾ ചത്തുപോയത്. ഞാനിപ്പോ വന്നില്ലെങ്കിലുണ്ടല്ലോ വായ തുറന്ന് ചത്തുപോയെന്നു. വലിയ ഉപകാരം. തുറന്നാ അടയ്ക്കാൻ വയ്യ, അടച്ചാ തുറക്കാൻ വയ്യ. അയ്യോ, വലിയ ഉപകാരം. എന്തൊക്കെയായാലും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കേട്ടോ. ഓ, അവക്ക് വരുന്നില്ല പോലും. അതല്ല ഞാൻ പറഞ്ഞത്. കൊടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്നേ പറയത്തുള്ളൂ. അദ്ദേഹം അങ്ങോട്ട് തെളിച്ചു പറഞ്ഞു. കൊള്ളാം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴ്, എടോ കുട്ടൻ നായരെ, ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോടോ എന്നാ അദ്ദേഹം ചോദിച്ചത്.
എന്റെ പരദേവരെ, എന്റെ മോള് പാക്യം ചെയ്തവളാടി. പക്ഷെ പ്രായം പോടി മാണ്ടി, ആണുങ്ങൾക്ക് എവിടെ ഇരിക്കുന്നടി പ്രായം? എന്റെ വല്യമ്മാരുണ്ടല്ലോ, 60-ാമത്തെ വയസ്സിലാ 15 വയസ്സുള്ള ഒരു കൊച്ചിന് പുടം എടുത്ത് കൊണ്ടുവന്നത്. പക്ഷെ അവളിത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഹലോ, അതെ, പെൺകുട്ടി ഏതാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിനിണങ്ങിയ പരിശുദ്ധിയായ ഒരു പെൺകുട്ടി. ഏതായാലും വിരോധമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി. നമ്മുടെ കുട്ടനായരുടെ മകൾ. എന്ത്, കുട്ടനായുടെ മകളോ? അതെ ചേച്ചി, ഞാനത് നിശ്ചയിച്ചു കഴിഞ്ഞു ചേച്ചി. ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഉടനെ പുറപ്പെടുന്നു. ശരി. ഇതെന്താ? ഇത് റേഡിയോഗ്രാം. ഇതെന്താ തണുക്കുന്നേ? ഇത് എയർ കണ്ടീഷൻ. ഇവിടെ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഇതെന്റെ ഭർത്താവിന്റെയാണ്. സബ് രജിസ്ട്രാറായിരുന്നു, മരിച്ചുപോയി. ഇതെന്റെ മകൾ ഉഷ. എനിക്കാകെ ഉണ്ടായിരുന്നത് അവളായിരുന്നു. അവളെയും ദൈവം അങ്ങ് വിളിച്ചു. എല്ലാം വിധി. വരുമോളെ, ഇരിക്കും. എന്റെ ഉഷ മരിച്ച ശേഷം ഈ വീട്ടിലൊരു കുഞ്ഞിന്റെ ചിരിയും കരച്ചിലും കേട്ടിട്ടില്ല. ഇനി എല്ലാം ഉണ്ടാകേണ്ടത് നിന്നിൽ നിന്നാണ്. എന്താ ഗൗരി? പാല്. ആ, നേരം ഒരുപാടായി. കുഞ്ഞു പോയി കിടക്കുന്നില്ലയോ? ഇന്ന് കിടക്ക വിരിച്ചതേ ഞാനാ. നാളെ മുതല് എല്ലാം കുഞ്ഞു തന്നെ ചെയ്തോണം. ആ, ശരിയാ. നീ ചെല്ല്, വാസു കാത്തിരിക്കും. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോളാം. ഇത് നല്ല കണി. നീ പാല് കൊടുക്ക. അയ്യോ, ഇപ്പൊ കുടിക്കണ്ട. അകത്തുകൊണ്ട് വാസുവിന് കൊടുക്ക. ചെല്ല്. കുറ്റിയിട്ട് അവിടെ ഇരിക്കും. ഇന്നലെ വരെ സാവിത്രി എന്നെ കണ്ട കണ്ണുകൊണ്ട് ഇന്നു മുതൽ കാണരുത്. ഞാൻ നിന്റെ മുതലാളിയല്ല, ഭർത്താവ്. യു ആർ മൈ വൈഫ് നൗ. എന്താ പേടി മാറിയില്ലേ? ആ, എല്ലാം ക്രമേണ മാറിക്കൊള്ളു. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും എനിക്ക് വേണ്ടത്. അയ്യോ മുതലാളി, ഞാൻ സമ്മതിക്കില്ല. ഞാനത് സമ്മതിക്കില്ല. ഭർത്താവ് ഭാര്യയെ തൊടുന്നത് ഉപദ്രവമൊന്നും അല്ല കുട്ടി. അതൊന്നും അറിഞ്ഞുകൂടാല്ലേ? എന്താ ഇത്ര ഭയം? പിന്നെ ഞാനൊരു കഥ മോഹനോട്ട് ചേർത്ത്. ആ പണ്ട്
ഒരിടത്ത് രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് അതീവ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേരെന്താണെന്നറിയാമോ? സാവിത്രി. അയ്യോ ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേ ഇനിയും നമുക്ക് ഈ ചെറിയ വീട്ടിൽ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതിയോ? പിന്നെ എന്തോ വേണം? നമ്മുടെ മോനദ്ദേഹത്തിന്റെ ബംഗ്ലാവിലോട്ട് കയറി അങ്ങ് താമസിച്ചാൽ എന്താ? അത് കൊള്ളാവല്ലോടി. വേണ്ട. ചേച്ചി പറഞ്ഞിട്ടാ. എന്നും കഴിക്കുന്നതാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? വരണം. വന്നേ ഞാൻ ഊണ് കഴിക്കൂ. അങ്ങനെ ഒന്നിച്ചിരുന്ന് ഉണ്ണുന്നത് ശരിയാണ്. ഇത്ര വേഗം കരച്ചിലായോ മണ്ടി? നീ ഇങ്ങനെ തൊട്ടാവാടിയായാലോ? ഞാൻ വേഗം വരാം. ഞാനും ഇപ്പൊ ഒരു മുതലാളിയാ. നമുക്ക് ഇതുപോലൊരു പടം എടുത്ത് ഇതിനേക്കാൾ വലുതാക്കി അവിടെ വയ്ക്കും. എനിക്കും അത് പണ്ടേ ആഗ്രഹമുള്ളതാ. ഞാൻ ആ പടം എടുക്കുന്നവനെ വിളിച്ചോണ്ട് വരട്ടെ. നമുക്ക് ഈ ബംഗ്ലാവിൽ വെച്ച് തന്നെ എടുപ്പിക്കാം. എന്താ? ചലിക്കല്ലേ? അനങ്ങരുത്, അനങ്ങരുത്. ശാക്കലം കൂടെ ചെയ്തി, ഒരു ശാക്കലം കൂടെ. ഇത്ര നേരമായിട്ട് തന്റെ കുന്തത്തലി പറഞ്ഞില്ലേടോ? ഓ, ഇത് ഏതാണ്ട് പഴയതാ. അവിടുന്ന് ആ ഫോട്ടോ പിടുത്തക്കാരനെ ഇങ്ങോട്ട് അയക്കാനെ കൊണ്ട് മോക്ക് ആ കുഴലിൽ കൂടെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാ പോരെ. ഓഴല്ലോ, വൈദ്യം പറയാതെ ഓൾ. ആ ഫോണിൽ കൂടെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാ പോരായിരുന്നു. പറഞ്ഞാ മതി, എടുത്തു വയ്ക്കൊന്നും വേണ്ട, അത് പ്രകാരം ചെയ്തോളൂ. റെഡി? ചലിക്കല്ലേ? അനങ്ങരുത്. ശാക്കലം കൂടെ ചെയ്തി. റെഡി? 1, 2. ശകലം കൂടെ ഉള്ളു മതിയാൻ. 3. താങ്ക് യു. ആ, ഇനി ചലിപ്പിക്കും. എന്നാ ഫോട്ടോ ഞോട്. ഫോട്ടോ? അയ്യോ, അത് കഴുകണം. അയ്യോ, കഴുകാൻ അഴുക്ക് പറ്റിയോ? ഒരു ദിവസം കഴിഞ്ഞാലും വേണ്ടില്ല, ഫോട്ടോ ഒന്നാം തരമായിരിക്കണം. ഞാൻ മുതലാളിയുടെ ഫോട്ടോ ചില്ലിട്ട് വെച്ചിരിക്കുന്ന പോലെ ബംഗ്ലാവിന്റെ മുമ്പിൽ വെക്കാനുള്ളതാ കേട്ടോ. ഓ, ഹലോ ഹലോ, അച്ഛനാണോ? ആ നടി മോളെ, അച്ഛനാ, സ്വന്തം അച്ഛൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നുമില്ല അച്ഛാ. വാസുക്കുട്ടൻ എങ്ങനെ ഇരിക്കുന്നു? നല്ല സ്നേഹമുള്ള ആളാ അച്ഛാ. അമ്മയില്ല അവിടെ? അമ്മ ഇവിടെ അടുത്ത് തന്നെ നിപ്പുണ്ട്. നമ്മളെ മോള് ദേ കൊടുക്കാം, അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാം. എന്നാ ഹലോ അമ്മേ. അച്ഛനും അമ്മയും കൂടെ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തേച്ച് വന്നതേ ഉള്ളൂ. ഫോട്ടോയോ? അതിന്റെ ക്ഷീണമാ. മോളെ, പിന്നെ മോളോട് ഇഷ്ടമൊക്കെ ആണോ? അമ്മ എങ്ങനാ അച്ഛനെ നിർത്തിയിരിക്കുന്നത് അത് നിനക്കറിയാമല്ലോ. അതുപോലെ സൂചി മുനെ നിർത്തിക്കോണം കേട്ടോ. ഹലോ ഹലോ. സാവിത്രി, എന്തോ? സത്യം പറയണം.
നീ ആരെയെങ്കിലും സ്നേഹിച്ചിരുന്നു? സ്നേഹിച്ചിരുന്നു. ആരെ? എനിക്കുള്ള എല്ലാവരെയും. അതല്ല ചോദിച്ചത്, നീ ഏതെങ്കിലും പുരുഷനെ സ്നേഹിച്ചിരുന്നു എന്ന്. ഇല്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് നീ എന്നെ വെറുക്കുന്നത്? എനിക്ക് വെറുപ്പോ അങ്ങയോടോ? നിന്നേക്കാൾ 25 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. അതുകൊണ്ടെന്താ? പിന്നെ എന്തിന് എന്റെ മുമ്പിൽ ഈ നാടകം അഭിനയിക്കുന്നു? ബുദ്ധിപൂർവ്വം പെരുമാറൂ സാവിത്രി. ഒരായുഷ്കാലം മുഴുവൻ നാം ഒന്നിച്ചു കഴിയേണ്ടവരല്ലേ? എനിക്കുള്ള എല്ലാത്തിനും അവകാശിയല്ലേ നീ? അനുസരിക്കൂ കുട്ടിയെ. സ്നേഹം കൊണ്ട് എന്നെ ശ്വാസം മുട്ടി. അതാണ് എനിക്ക് വേണ്ടത്. വേണ്ട, അനുസരിക്കൂ കുട്ടിയെ. അയ്യോ വേണ്ട. അനുസരിക്കൂ. നിന്റെ പോകരുത്, ശബ്ദിക്കരുത്. എന്നെ പാടില്ല. ചുമ്മാ ചുമ്മാ ഇരിക്കാൻ കൊച്ചോണ്ടിട്ട് വന്ന. അത് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വേണ്ട, എനിക്ക് വയറ്റ് വേദന. നിനക്ക് എപ്പോഴാ വയറ്റിൽ തന്നെ ഇല്ലാത്തത്? ഇപ്പോഴത്തെ കാര്യം ഞാൻ ഏറ്റത്. ചുമ്മാ ഇരിക്കാൻ പറ. ജവരി സാവിത്രി, സാവിത്രി, സാവിത്രി.